ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓൺലൈൻ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് നമ്മൾക്കൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് ചോദിച്ചോ, കാരണം ഓൺലൈൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും, എങ്ങനെയായിരിക്കും കോഴ്സ് എന്നുള്ള കാര്യത്തിൽ. ആ ടെൻഷൻ അവർക്കുണ്ടായിരുന്നോ, അതോ എങ്ങനെയായിരുന്നു അവർ ഈ കോഴ്സ് പൂർത്തിയാക്കിയത്, എന്നൊക്കെ അവരോട് തന്നെ ചോദിക്കാം. ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും നമുക്കൊരു ടഫ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് അങ്ങനെയായിരുന്നോ? ഇല്ല, കുറച്ചുകൂടി ഈസി ആയിരുന്നു ഓൺലൈൻ. കാരണം വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് പഠിക്കാൻ പറ്റുന്ന നല്ല കാര്യം. സോ കുറച്ചുകൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കോഴ്സൊക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടിംഗ് ആണ്. ഞങ്ങൾക്ക് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സാറിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളോടെ ഇപ്പം ഡൗട്ടും കാര്യങ്ങളും സാറിന് ഏത് നേരം വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഇപ്പം സാർ ഇപ്പം ഒരു ആബ്സെൻ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ആ രീതിയിൽ വളരെ നല്ല രീതിയിലായിരുന്നു ക്ലാസ്സും കാര്യങ്ങളൊക്കെ. പ്രോജക്റ്റിന് ഫുൾ സപ്പോർട്ട് സാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കോഴ്സ് നല്ല എളുപ്പമായിരുന്നു, ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കുറേ പ്രാക്ടിക്കൽ സെക്ഷൻസ് ഉണ്ടായിരുന്നു, കുറേ ഇമെയിൽ അയക്കാനും കുറേ പ്രോജക്ട്സും എല്ലാം ഉണ്ടായിരുന്നു. ഇനി ഒരു കമ്പനി കയറി ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, എല്ലാതും റെഡിയാണ്. തീർച്ചയായിട്ടും ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് മിത്ര നൽകുന്നത്. അതായത് ഇനി ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആ കോൺഫിഡൻസ് എന്തായാലും വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും അറിവ് നൽകുന്നതാണ് മിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്.